വധശിക്ഷ എന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഈ അരുംകൊലയിൽ കോടതി വിധിച്ചിരിക്കുന്നു. പൊട്ടിക്കരയുകയായിരുന്നു ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ. കോടതി ആവശ്യപ്പെട്ടു, പ്രതിക്കുള്ള ശിക്ഷ മാത്രം പോരെ, പ്രതിയെ മാത്രം കണ്ടാൽ പോരെ, പ്രതി എന്ത് ചെയ്തു എന്നത് കണ്ടാൽ മാത്രം പോരെ, പ്രായം ഇനി കാണേണ്ട ആവശ്യമില്ല എന്ന് കൂടി വിധിച്ചുകൊണ്ട് കോടതി കടന്നിരിക്കുന്നു. മൂന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മാവന് 3 വർഷം കഠിന തടവ് മാത്രം നൽകിക്കൊണ്ട്, അതായത് ഈ കൊലപാതകത്തിന്റെ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തിയിരിക്കുന്നത് ഗ്രീഷ്മയാണ്, ഗ്രീഷ്മ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഡാൻ കുര്യൻ ഉണ്ടെങ്കിൽ ഡാൻ, ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് എത്തിയിട്ടുണ്ടോ? എത്രത്തോളം വൈകാരികപരമായിട്ടുള്ള രംഗങ്ങൾക്ക് സാക്ഷിയാകുന്നു കോടതി? അല്പസമയത്തിനകം അവർ പുറത്തേക്കെത്തും. വിധി കേട്ട് അഭിഭാഷകനുമായും ജഡ്ജിയുമായും ഒക്കെ അവർ സംസാരിച്ചതിന് ശേഷം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഷാരോൺ രാജിന്റെ പിതാവ് കോടതിക്ക് പുറത്ത്, കോടതി മുറിക്ക് പുറത്താണ്, ഒരു ബെഞ്ചിലാണ് ഇരുന്നിരുന്നത്. പക്ഷേ നടപടികൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ജഡ്ജി AM ബഷീർ തന്നെ ഷാരോണിന്റെ മാതാപിതാക്കളെ കൂടി വിധി കേൾക്കുന്നതിനായി അകത്തേക്ക് വിളിച്ചു വരുത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് മാതാപിതാക്കളെയും സഹോദരനെയും ജഡ്ജിയുടെ ചേംബറിനടുത്തേക്ക് ഒരു ഇരിപ്പിടത്തിലേക്ക് അവരെ വിളിച്ചിരുത്തിയത്. അതിനുശേഷമാണ് കേരളം ഉദ്വേഗത്തോടെ കാത്തിരുന്ന ഈ കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി വിധി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സ്നേഹം എന്ന വികാരത്തെ തന്നെ, വലിയ പ്രണയത്തിന്, കടുത്ത പ്രണയത്തിന് അടിമയായിരുന്നു ഷാരോൺ. അത് തന്നെയാണ് ഷാരോണിന്റെ ജീവനെടുത്തതും. മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാരോണിന് പരാതി ഇല്ലാതിരുന്നു എന്നതിന്റെ പേരിൽ ഈ കേസിൽ കുറ്റം ചെയ്തവർ നിരപരാധികളാകുന്നില്ല. ഒരു കുറ്റകൃത്യം നടന്നാൽ അവിടെ ശിക്ഷ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന പ്രധാനമായ ഒരു പരാമർശമാണ് ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രതിഭാഗം കഴിഞ്ഞ ദിവസം കോടതിക്ക് മുമ്പിൽ വെച്ച ഒരു ന്യായങ്ങളും പ്രസക്തമല്ല, അത് മുഴുവൻ അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെയൊരു വിധി പ്രസ്താവം ഉണ്ടാകുമ്പോൾ സ്നേഹം മുതലാക്കി അതിനെ കൊലപ്പെടുത്തുന്നതിനുള്ളൊരു ഉപായമാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നവർക്ക് മുഴുവനുള്ളൊരു സന്ദേശമായി മാറുകയാണ്. സ്നേഹം, സ്നേഹിക്കുന്നവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന സന്ദേശം കൂടിയല്ലേ ഇത് നൽകുന്നതെന്നും ചോദിച്ചു. അല്പസമയത്തിനകം ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കിയേക്കും. ഗ്രീഷ്മയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ വാഹനം അത് കോടതിയുടെ പരിസരത്തേക്ക്, കോടതി മുറിക്ക് അടുപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം കനത്ത പോലീസ് കാവലിൽ ഗ്രീഷ്മയുമായി പോലീസ് സംഘം പുറത്തേക്ക് ഇറങ്ങും. പുറത്ത് ഈ കേസിന്റെ വിധി വരുന്നതറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് കോടതി വരാന്തയിലും അതോടൊപ്പം റോഡിന് ഇരുവശങ്ങളിലുമായി തിങ്ങിക്കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് അതിനിടയിലൂടെ ഈ പ്രതിയുമായുള്ള വാഹനം കടന്നു പോവുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ദൌത്യമായി മാറും. അതുകൊണ്ട് തന്നെയാണ് കനത്ത സുരക്ഷയിൽ കോടതിയുടെ പ്രധാന കവാടത്തിലൂടെ തന്നെ പുറത്തേക്ക് ഗ്രീഷ്മയെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഗ്രീഷ്മ പോലീസ് വാഹനത്തിലേക്ക് കയറ്റും. അതിന് പിന്നാലെ ആയിരിക്കും ഒരുപക്ഷെ ഷാരോൺ രാജിന്റെ മാതാപിതാക്കളടക്കം പുറത്തേക്ക് ഇറങ്ങി വരിക. ഇവർ തമ്മിൽ കണ്ടാൽ, അതായത് ഗ്രീഷ്മയുടെ ബന്ധുക്കളും കോടതി മുറിക്ക് പുറത്തുണ്ടായിരുന്നു, ഷാരോണിന്റെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രതികരണങ്ങൾക്ക് വഴിവെക്കുമോ എന്നൊരു സന്ദേഹം നിലനിന്നിരുന്നതിനാൽ ഇരു കൂട്ടർക്കും ഇടയിൽ വലിയ തരത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അല്പസമയത്തിനകം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രധാന കവാടത്തിലൂടെ ഗ്രീഷ്മയുമായി പോലീസ് സംഘം പുറത്തേക്കെത്തും. അപൂർവങ്ങളിൽ അപൂർവമായി ഇതാ വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു ഗ്രീഷ്മയ്ക്ക്. പൊതുബോധം മുഴുവൻ ഗ്രീഷ്മ എന്നുള്ള കൊലപാതകിക്ക് എതിരായിട്ടാണ് ഇപ്പോഴും ഈ കോടതി വിധി വരുമ്പോഴും അത് കൈയടിച്ച് സ്വീകരിക്കുന്ന പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ് ലിങ്കിലെല്ലാം കാണുന്നത് പോലെ തന്നെ ഈ ശിക്ഷ, ഇതിൽ വലിയ ശിക്ഷ ഉണ്ടെങ്കിൽ അതും അർഹിക്കുന്നു ഗ്രീഷ്മ എന്ന് പറയുമ്പോൾ അത്യന്തം വൈകാരികപരമായിട്ടുള്ള രംഗങ്ങൾക്ക് ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യം, നിർവികാരതയോടുകൂടി, നിസ്സംഗതയോടുകൂടി, ഒന്നും പ്രതികരിക്കാതെ പുറത്തേക്ക് വരുന്ന ഗ്രീഷ്മ, ഇതിനെല്ലാം ഉപരിയായിട്ട് ഇത്തരം അപൂർവമായിട്ടുള്ള ഒരു കോടതി വിധിക്കൊപ്പം കേരളം കൈയടിച്ച് ശ്ലാഘിക്കേണ്ട ഒരു അന്വേഷണം കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുകൂടി കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ 556 പേജുള്ള വിധിപ്പകർപ്പിലേക്ക് കടന്നത്. പൊളിഞ്ഞ
കഷായ കഥയായിരുന്നു ഗ്രീഷ്മ മുന്നോട്ട് വെച്ചത്. അത് തെളിയിച്ചത് അന്വേഷണമാണ്. ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല, ഒരു ദൃക്സാക്ഷിയും ഇല്ലാത്ത കേസായിരുന്നു. അപ്പോഴും ശാസ്ത്രീയ തെളിവുകളിലേക്ക് കടന്നു. മാറിയ കാലം അനുസരിച്ചുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു. ഒരു വിധത്തിലുള്ള പിഴവുമില്ലാത്ത അന്വേഷണം. ഈ കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ പ്രോസിക്യൂഷൻ നടത്തിയ കൃത്യതയുള്ള വാദങ്ങൾ. കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് മാത്രമാണ് നേരിട്ട് പങ്ക്. സംഭവശേഷം തെളിവ് നശിപ്പിക്കാൻ അമ്മയും അമ്മാവനും കൂട്ടുനിന്നു എന്നുള്ളൊരു പോലീസിന്റെ കണ്ടെത്തൽ. ആ തരത്തിലാണ് ഈ കേസിന്റെ തുടക്കത്തിലേക്ക് കടന്നത്. കഷായത്തിൽ കലർത്തി നൽകിയ കീടനാശിനി ഇതുള്ളിൽ ചെന്ന് ഷാരോൺ മരിക്കുന്നു. പക്ഷേ പോലീസ് അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ സാന്നിധ്യം ഒന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു കേസ് അതിന്റെ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ അവസാനിക്കേണ്ട സമയമാണ്. പക്ഷേ ചികിത്സയുടെ ഭാഗമായി 3 തവണയോളമാണ് ഡയാലിസിസ് ചെയ്തത്. അതോടെ ഈ വിഷത്തിന്റെ അംശം പോലും കണ്ടെത്താനാവാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോഴും ഷാരോണിന്റെ വായിലും ശ്വാസകോശത്തിലും വൃക്കയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വ്രണങ്ങൾ പോലീസ് തെളിവായി ശേഖരിക്കുന്നു. ഒരു അന്വേഷണത്തിന്റെ മാറിയ തരത്തിലുള്ള തെളിവ് ശേഖരണം, മാറിയ തരത്തിലുള്ള അന്വേഷണം, ഇതെല്ലാം ആണ് പോലീസ് ഉപയോഗിച്ചത്, അന്വേഷണ സംഘം ഉപയോഗിച്ചത് എന്ന് കോടതി വിലയിരുത്തുന്നത്. ഈ തരത്തിൽ ഒന്നും ബാക്കി വെക്കാത്ത തെളിവിലും എന്തെങ്കിലും ഉണ്ടാകും. അത് നിർത്തിവെച്ചു പോകുന്നത് ഈ സത്യം കണ്ടെത്താൻ എന്തെങ്കിലും ബാക്കി വെക്കുമെന്നുള്ള ആ പഴയ വചനം പോലും സത്യമാക്കുന്ന രീതിയിൽ അങ്ങനെ അമ്മാവൻ നിർമ്മലകുമാരൻ കൃഷി ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന കീടനാശിനി ഗ്രീഷ്മ കഷായത്തിൽ കലർത്തിയെന്ന് തെളിയുകയാണ്. ഡിജിറ്റൽ തെളിവുകളും ഉപയോഗിച്ചു അന്വേഷണ സംഘം. ഗ്രീഷ്മയുടെ പങ്ക് തെളിയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായത് അതൊക്കെ തന്നെ 50 പാരസിറ്റമോൾ ഗുളികകൾ ജ്യൂസിൽ കലർത്തി നൽകുന്നു. അത് കുടിക്കാൻ ഷാരോൺ തയ്യാറാകുന്നില്ല, കയ്പ് കാരണം. അതേ വർഷം ഒക്ടോബർ 14 കഷായത്തിൽ കീടനാശിനി നൽകുന്നു. ഈ വിഷം കലർത്തി നൽകുന്നതിന്റെ വിശദാംശങ്ങൾ 2 ദിവസങ്ങളിലും രാവിലെ ഗ്രീഷ്മ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അതാണ് ആ വലിയ ഡിജിറ്റൽ തെളിവുകളിലേക്ക് കടക്കുന്നു. എന്നാൽ പെട്ടെന്ന് മരണം സംഭവിക്കാതെ ശരീരത്തിൽ വിഷം കലർന്ന് മരിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ രീതികൾ എന്താണ്, കീടനാശിനി കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തിരഞ്ഞു. ഒറ്റയടിക്കുള്ള മരണമല്ല. ഈ തെളിവുകളെല്ലാം ഇല്ലാതായി താൻ പരിപൂർണമായിട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും അന്വേഷിച്ച് അത് സെർച്ച് ചെയ്ത് കൃത്യമായി കണ്ടെത്തിയ ശേഷം ഗ്രീഷ്മ ഈ കൊലപാതക ശ്രമത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു. ഒടുവിൽ അത് വിജയിക്കുന്നു. അങ്ങനെ ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഷാരോണുമായി ദീർഘനേരം ഫോണിൽ സംസാരിക്കുന്നു. അതും ഡിജിറ്റൽ തെളിവായി അന്വേഷണ സംഘത്തിന് മുന്നിൽ. അങ്ങനെ വീട്ടിലേക്ക് വരാൻ പ്രലോഭിപ്പിക്കുന്നു. തന്റെ നടുവേദന മാറാൻ കഷായം വാങ്ങിയെന്ന് ഷാരോണിന്റെ സഹോദരനോടും പോലീസിനോടും ഒക്കെ ആദ്യം പറഞ്ഞ ഗ്രീഷ്മയാണ്. അവരുടെ ബന്ധുവായിട്ടുള്ള ഒരു ഫിസിയോ തെറാപ്പിസ്റ്റിന്റെ പേര് പോലും എടുത്തു പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു കുറിപ്പടി, അങ്ങനെ ഒരു മരുന്ന് വാങ്ങാൻ താൻ ഒരു കുറിപ്പടി നൽകിയിട്ടില്ല എന്ന് ഡോക്ടർ മൊഴി നൽകുന്നതോടുകൂടി അവിടെയാണ് ഗ്രീഷ്മയുടെ എല്ലാ വാദങ്ങളും ആദ്യമായി പൊളിഞ്ഞ് തുടങ്ങിയത്. ഈ പ്രശാന്തിനി എന്ന് പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് കേൾപ്പിച്ചതോടെ ഇതുവരെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ ഗ്രീഷ്മ ആ നിമിഷം തൊട്ടാണ് സത്യം പറഞ്ഞ് തുടങ്ങിയത്. കീടനാശിനി കുപ്പി ഇതാര് പുറത്തു കളഞ്ഞു എന്നുള്ള വാദം പോലും പ്രോസിക്യൂഷന് തെളിയിക്കാനാവാതിരുന്ന കേസാണ്. ഇത് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടായില്ല, കുറ്റസമ്മത മൊഴികൾ ഉണ്ടായില്ല, ദൃക്സാക്ഷികൾ ഉണ്ടായില്ല. എന്നിട്ടും ഗ്രീഷ്മയുടെ വീടിന് സമീപത്ത് ഈ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുപ്പി ഒളിപ്പിച്ചത് അയാളെ കൊണ്ട് തന്നെ പോലീസ് കണ്ടെടുപ്പിച്ചു. കീടനാശിനി വാങ്ങിയതിന്റെ തെളിവുകൾ ലഭിച്ചു. അങ്ങനെ ഈ വിഷാംശം പരിപൂർണമായി ശരീരത്തിൽ നിന്ന് പോയിട്ട് പോലും ഡിജിറ്റൽ തെളിവുകളിലൂടെ, അന്വേഷണ തെളിവുകളിലൂടെ ഗ്രീഷ്മ യൂട്യൂബിൽ സെർച്ച് ചെയ്ത തെളിവുകൾ അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് 323 ഫോൺ ഡോക്യുമെന്റുകൾ അടക്കം തെളിവായി വെച്ചുകൊണ്ട് കോടതി ഇതിനകത്തേക്ക് കടക്കുകയായിരുന്നു. ഏതായാലും ഈ കുറ്റക്കാരിയാണ് എന്നുള്ളൊരു കോടതിയുടെ വിധി കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ എങ്ങനെ പ്രതികരിച്ചോ നിസ്സംഗതയോടുകൂടി അത് തന്നെ ഇപ്പോഴും വിധി കേട്ട് ഒന്നും പ്രതികരിക്കാതെ ഷാരോണിന്റെ കുടുംബം പറയുന്നു. മരിക്കുന്ന സമയത്ത് പോലും ഷാരോണിന് പരാതി ഉണ്ടായിരുന്നില്ല. ഗ്രീഷ്മ അത് ചെയ്യുകയില്ല, തന്നെ അപായപ്പെടുത്താൻ ഗ്രീഷ്മ ഏതെങ്കിലും തരത്തിൽ ശ്രമിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഷാരോൺ രാജ് മരിച്ചു തന്നെ പോയത്. അപ്പോഴും താൻ എവിടെയെങ്കിലും ഈ കുറ്റം ചെയ്തു അല്ലെങ്കിൽ അതിലൊരു കുറ്റബോധം എന്നുള്ളൊരു കാര്യം ഗ്രീഷ്മയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ബ്രൂട്ടൽ ആൻഡ് ഇന്റലിജന്റ് ക്രൈം, മർഡർ എന്നുള്ള ഒരു
വിലയിരുത്തലേക്ക് കോടതി വരുന്നു. ഒരു പ്രായവും പരിഗണിക്കപ്പെടേണ്ട ആവശ്യമില്ല, ഒരു ജെൻഡറും പരിഗണിക്കപ്പെടേണ്ട ആവശ്യമില്ല, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാദങ്ങൾ പരിഗണിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കോടതി പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം പൊതുസമൂഹത്തിലേക്ക് കൂടി നടക്കുന്നു. ഡാൻ കുര്യൻ, വി വിനോദ് നെയ്യാറ്റിൻകര കോടതിക്ക് മുന്നിൽ നമുക്ക് ലഭ്യമാണെങ്കിൽ ഇനി അറിയേണ്ടത് ഏത് തരത്തിലുള്ള പ്രതികരണം ഷാരോണിന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന്, നിയമപരമായിട്ടുള്ള അടുത്ത നീക്കം, സ്വാഭാവികമായിട്ടും പ്രതിയുടെ പ്രതിഭാഗം മുന്നോട്ട് കടക്കാൻ പോകുന്ന നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു അന്തിമ വിധിയായിട്ട് അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. വിവരങ്ങൾ അപർണ, പൂർണ്ണമായും വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും ഷാരോൺ രാജിന്റെ കുടുംബം സ്വീകരിക്കുക. അതോടൊപ്പം ഈ കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തയാക്കപ്പെട്ട ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം കൂടി ഒരുപക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാം. വധശിക്ഷ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശിക്ഷ വിധിക്കാൻ കോടതി തയ്യാറായതിനെ പൂർണ്ണ മനസ്സോടെ അവർ സ്വാഗതം ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഈ വിധി അവർ പ്രതീക്ഷിച്ചിരുന്ന വിധിയാണ്. ഷാരോൺ രാജിന്റെ ആത്മാവിന് നീതി കിട്ടണമെങ്കിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കേണ്ടത് അനിവാര്യമെന്ന നിലപാടിൽ തന്നെയായിരുന്നു ഷാരോന്റെ കുടുംബം. ആ വിധി